മഹാപുരുഷരണം എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ദൈവിക അംശങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇന്ന് ശിവരാത്രിയുടെ അടുത്ത ദിവസം ഫെബ്രുവരി 27 അമാവാസി ദിവസമാണ്. അപ്പോൾ ഇന്നലെ മൗനവ്രതമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഇൻഡ്യൂഷൻ കിട്ടിയിട്ടാണ് ഞാൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്തത്. കുറേയധികം മെസ്സേജുകൾ ഉണ്ടായിരുന്നു. കുറേ പേരുടെ പ്രാർത്ഥനയും സങ്കല്പം കൊടുക്കലുമൊക്കെ എന്നാലാകുന്ന രീതിയിൽ എനിക്ക് ഗുരു പറഞ്ഞ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലം എത്രയും പെട്ടെന്ന് ആൾക്കാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനകത്ത് ഒന്ന് പറയട്ടെ, എനിക്ക് ഒരു 100ഓളം പേര് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്, മെസ്സേജസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും മെയിലിൽ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് വാട്സാപ്പിൽ ആരും വിളിക്കരുത്, മെസ്സേജ് മാത്രം അയക്കുക. കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ രാവിലെ ഒരു ചേച്ചി വിളിച്ചിരുന്നു. ആ സമയത്ത് ഫോൺ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എടുക്കാൻ പറ്റി. നിങ്ങൾ ദയവ് ചെയ്ത് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ വിളിക്കുന്ന ആൾ, ഈ ഫോൺ ആരുടെയാണ്, ആളുടെ പേരും നക്ഷത്രവും, നക്ഷത്രത്തിന് കൂറുണ്ടെങ്കിൽ അതും, എന്ന് വെച്ചാൽ ചില നക്ഷത്രം 2 കൂറിലുണ്ടാവും. ഇപ്പോൾ പുണർതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൂറാണ്, മിഥുനവും കർക്കിടവും. അങ്ങനെ കൂററിയാമെങ്കിൽ അതും നക്ഷത്രവും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലവും അറിയിക്കുക. അങ്ങനെയാണ് ഞാൻ സേവ് ചെയ്യുന്നത്. പിന്നെ ഇൻഡ്യൂഷൻ കിട്ടുന്നത് അതൊക്കെ വെച്ചാണ്. ഞാൻ ഇൻഡ്യൂഷൻ ഇതൊന്നുമല്ല, ചിലരുടെ നിയോഗമുള്ളവരുടെ മാത്രമേ ഇൻഡ്യൂഷൻ കിട്ടുകയാണ്. പിന്നെ ഇതുവരെ ആഴ്ചയിൽ ഞാൻ ചോദിച്ച കാര്യങ്ങളെല്ലാം തന്നവരിൽ 30 പേരെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഒരു വൈകിട്ട് തൊട്ടേ വിളിക്കാൻ സാധിക്കുള്ളൂ. കാര്യം ഇപ്പോൾ ഒരു ചടങ്ങിന് പോകേണ്ട കാര്യമുണ്ട്. അവിടെ ഗസ്റ്റായിട്ട് വിളിച്ചതാണ്, അല്ലാണ്ട് ഞാൻ ചടങ്ങുകളൊന്നും ചെയ്യാറില്ല. ഇന്ന് അമാവാസി ദിനത്തിൽ ഞങ്ങൾ തന്നെ എൻ്റെ ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ ശ്രാദ്ധം നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് വരണമെന്ന് പറഞ്ഞാൽ അതിന് പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഇറങ്ങും. അതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ 30 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 30 പേർക്കും ഞാൻ സാധാരണ ജാതകം ഒരു റെഡി റെക്കണർ പോലെ റെഡിയാക്കും. അത് ചെയ്തിട്ട് എല്ലാവർക്കും ഞാൻ അതിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ദയവ് ചെയ്ത് ഞാനുമായിട്ടുള്ള ചാറ്റ് ആരും ടൈമർ വയ്ക്കാണ്ടിരിക്കുക. കാര്യം ഭാവിയിൽ എന്തെങ്കിലും നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതെനിക്ക് വേണം, ഈ കടലാസൊന്നും ഇവിടെ സൂക്ഷിക്കാനുള്ള പ്രാക്ടിക്കൽ നടക്കുകയില്ല, സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനകത്തിടുന്നത്. അപ്പോൾ ഞാനുമായിട്ടുള്ള ചാറ്റ് ദയവ് ചെയ്ത് ആരും ടൈമർ വെക്കാണ്ടിരിക്കുക. പിന്നെ വേറൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 40 ഭർത്താവിൻ്റെ നിയന്ത്രണത്തിലോ അച്ഛൻ്റെ നിയന്ത്രണത്തിലോ ഒക്കെ ഉള്ളവർ, എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ ചിലർക്ക് വീടുകളിൽ കർശന നിർദ്ദേശം കാണും. ഫോൺ ഉപയോഗിക്കുന്നതിലൊക്കെ കർശന നിർദ്ദേശം, പരിചയമില്ലാത്തവരോടൊക്കെ ഇതുണ്ടാവും, നിയന്ത്രണങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ പെർമിഷൻ വാങ്ങിച്ചിട്ട് മാത്രമേ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുള്ളൂ എന്നൊരു വിനീത അപേക്ഷ എനിക്കുണ്ട്. പ്ലീസ് കേട്ടോ. പിന്നെ വാട്സാപ്പ് മെസ്സേജ് മാത്രം അയയ്ക്കുക. പിന്നെ ഒരാളുടെ കാര്യം നോക്കാൻ തന്നെ ഇപ്പോൾ കിട്ടിയതനുസരിച്ച് മിനിമം 5 ദിവസം ടൈം പിടിക്കും. ഞാനായിട്ട് ഒരു വീഴ്ചയും വരുത്തുകയില്ല. പക്ഷേ എനിക്ക് എൻ്റേതായ ദിനചര്യകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്കപ്പോഴും രാത്രി 10-11 മണി വരെ ഞാൻ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. കാര്യം ചിലർ വിദേശത്തായിരിക്കും. അപ്പോൾ എനിക്ക് അവരെക്കുറിച്ച് ഇൻഡ്യൂഷൻ കിട്ടുമ്പോൾ ഇപ്പോൾ ഫ്രീ ആണോ വിളിക്കട്ടെ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ ഇതിലൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ, ഇന്നലെ എൻ്റെ ഭാര്യ മക്കളോട് പറയുന്നുണ്ടായിരുന്നു, ഇന്നാണ് അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നണമെന്ന് പറഞ്ഞ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ഫോണിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ എൻ്റെ വായനയിലോ എൻ്റെ മെഡിറ്റേഷനിലോ ആയിരിക്കും. പക്ഷേ ഇന്നലെ മെഡിറ്റേഷൻ ആയിരുന്നു. അതോടൊപ്പം സംസാരിക്കാണ്ട് ആഹാരം കഴിക്കണമൊക്കെ ജനറലാണ്. പക്ഷേ അപ്പോഴാണ് ഞാൻ അവരുടെയൊക്കെ വികാരം മനസ്സിലാക്കിയത്. കാര്യം വികാരം എന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടായിട്ടും കയ്യെത്തും ദൂരെ ഉണ്ടായിട്ടും ഓക്കെ. അപ്പോൾ പറഞ്ഞ് ഇന്ന് അച്ഛനാഴ്ച, അപ്പോൾ മോൻ പറയണ്ടായിരുന്നു, അച്ഛനാഴ്ച ഓരോ ദിവസം മൗനവ്രതം എടുത്താൽ മതി എന്ന് പറയണ്ടായിരുന്നു. ഞാൻ മൗനവ്രതം എടുക്കാറുണ്ട്, വർഷത്തിൽ 2 ഞാൻ എടുക്കാറുണ്ട്. പക്ഷേ ശിവരാത്രിക്ക് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയും കാര്യമുണ്ട്. അപ്പോൾ എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്നവർക്കറിയാം, പല കാര്യങ്ങളും ഞാൻ നിയോഗമുള്ള കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ഞാൻ ചെയ്യും. അപ്പോൾ മിനിമം 5 ദിവസങ്ങളെങ്കിലും കിട്ടും. പക്ഷേ നിങ്ങൾ അയക്കുമ്പോൾ ഒന്ന് വാട്സാപ്പ് ചെയ്യുന്ന ആളുടെ പേര്, നാള്, സ്ഥലം അറിയിക്കുക. അത് വെച്ചാണ് ഞാൻ സേവ് ചെയ്യണം. പിന്നെ നോക്കേണ്ടത് ഈ ആരുടെയാണ്, മകൻ്റെയോ മകളുടെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ആരുടെയാണെന്നുള്ളത് അറിയിച്ച് അവരുടെ ജാതക ഗ്രഹനില അയക്കുക. എനിക്ക് ജാതകം ഗണിക്കാനറിയാം. ജാതകം ഗണിക്കുകയാണെങ്കിൽ ദക്ഷിണ വാങ്ങിക്കാണ്ട് ഗണിക്കരുത്. അതുകൊണ്ടാണ് എനിക്ക് ആരോടും ദക്ഷിണ പറയാനായിട്ട് ഞാൻ ജാതകം ഗണിക്കാമെന്ന് പറയാനായിട്ട് എനിക്ക് താല്പര്യവുമില്ല. മനസ്സിലായോ? കാര്യം ഇതിൽ വന്ന ചിലർ പറയുന്നുണ്ട് ഞാൻ വേറൊരു മതവിഭാഗത്തിലാണ്, എൻ്റെ ഇനി ദക്ഷിണ തരാനൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും പലവിധ ഇതാണ്. ഞാൻ ദക്ഷിണ പ്രതീക്ഷിച്ചല്ല ഇത് ചെയ്യണം. ദയവ് ചെയ്ത് വിചാരിക്കുക.
അപ്പോൾ ഒരു നിയോഗം കിട്ടുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾ അയക്കുന്നവരുടെ എല്ലാവരുടെയും ഞാൻ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ വിളിച്ചു, എന്താണ് അവരുടെ നാളെ എവിടെ നിന്ന് വിളിച്ചു എന്ന് ഞാൻ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജാതകം എല്ലാം റെഡിയാരുടെ 30 പേരുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, മനസ്സിലായി. പക്ഷേ ചിലരെന്ത് ചെയ്യുന്നു വെച്ചാൽ അയച്ചിട്ട് 24 മണിക്കൂറിനുള്ളിൽ മറുപടി കിട്ടിയില്ലെങ്കിൽ ഞാൻ അവരുടെ ഇതായിരിക്കും കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യും അവരുടെ ചാറ്റ്. എന്നിട്ട് പറയും ഞങ്ങളുടെ പ്രാരബ്ധം ഞങ്ങൾ അനുഭവിച്ചു കൊള്ളാം, സാറിൻ്റെ സഹായം വേണ്ടാന്ന് പറഞ്ഞ് 2-3 പേര് അങ്ങനെ വാക്കാലോ അല്ലെങ്കിൽ ടെസ്റ്റായിട്ടോ ഒക്കെ അയച്ചു. അങ്ങനെ ധൃതിയുള്ളവർ ദയവ് ചെയ്ത് കോണ്ടാക്റ്റ് ചെയ്യരുത്. പിന്നെ ആരും ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കരുത് ദയവ് ചെയ്ത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുമ്പോൾ അത്യാവശ്യമായിട്ട് വിളിക്കുന്നവരുടെ എല്ലാം താഴോട്ട് പോകും. വാട്സാപ്പ് ഉപയോഗിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഗുഡ് മോർണിംഗ് മെസ്സേജോ വേറെ ഒന്നും അയക്കരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ വോയിസ് മെസ്സേജായിട്ട് ഇടുക. പക്ഷേ ജാതകത്തിൻ്റെ ഡീറ്റെയിൽസ് ജനനശിഷ്ടം ദശയോ അല്ലെങ്കിൽ കൂറൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ടെക്സ്റ്റ് മെസ്സേജായിട്ട് ചെയ്യുക പ്ലീസ്, കേട്ടോ. അങ്ങനെ ഇത് ചെയ്യുക. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, ഞാൻ ഇവിടെ ഒരു കൊങ്ങിണി ഭാഷയിലുള്ളൊരു ചാനലുണ്ട്, അങ്കേല കർണവോട് എന്നാണ്. അങ്കേല എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ ഇൻ്റർവ്യൂ അവരിപ്പോൾ ഇടുന്നുണ്ട്. അത് കൊങ്ങിണിയിലാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ മാത്രം മലയാളം വരും. അപ്പോൾ അതിൻ്റെ താഴെയും ശ്രീനിവാസപ്പ എന്ന് കണ്ട് ചെന്നിട്ട് ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ട ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി അത് ഞങ്ങളുടെ ഇത് പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്, വേറെ ഒന്നുമില്ല. ആ കാര്യം ഞാൻ അറിയിക്കുകയാണ്, കേട്ടോ. അല്ലാണ്ട് അത് കൊങ്ങിണിയിൽ അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം കേരളത്തിന് വെളിയിലുള്ള ആൾക്കാർ, ഞങ്ങളുടെ ആൾക്കാർ കൊങ്ങിണി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലിടുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എപ്പോഴും നോക്കാം, നിയോഗമുള്ളവർക്ക് ഞാൻ എത്രയും പെട്ടെന്ന് മറുപടി തരുന്നതാണ്. ഞാൻ ഇതിൽ പണ്ഡിതനൊന്നുമില്ല. ദൈവം അതിനുള്ള ചുമതല എനിക്ക് തന്നാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഗുരുവിൻ്റെ അനുഗ്രഹം കൂടി അപേക്ഷിച്ചുകൊണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്തും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് ആരും വിചാരിക്കരുത്. കാര്യം ഇതിൽ നിന്ന് കുറച്ച് പുണ്യം സമ്പാദിക്കണം എന്നുള്ള അത്യാഗ്രഹമോ ആത്മാർത്ഥമായ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്, കേട്ടോ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ദയവ് ചെയ്ത് ഫ്രീ സർവീസ് ആണെന്ന് കരുതി മാത്രം കോണ്ടാക്ട് ചെയ്യരുത് പ്ലീസ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിന് ഇവിടെ നിന്നൊരു പൈസാറ് അല്ലെ ചേട്ടൻ അല്ലെ അനിയൻ അദ്ദേഹത്തിന് ഒരു ഫോം വഴി പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് തീവ്രമായിട്ട് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അയക്കുക. ഫ്രീ സർവീസാണെന്ന് പറഞ്ഞ് ഇതയക്കരുത്. ഇതിനകത്ത് ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പല ആൾക്കാരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ അവരോട് തന്നെ ചോദിച്ച് ഞാൻ പ്രതിവിധി പറയാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസ് ഒരു വ്യക്തി എനിക്ക് ഇന്ന് രാവിലെ അയച്ചതാണ്. ആളുമായിട്ട് ഡയറക്റ്റ് ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ല, അവരുടെ ഒരു ആവശ്യത്തിന് കോണ്ടാക്ട് ചെയ്ത് അവർക്ക് കുറേയധികം പ്രാരബ്ധ കർമ്മങ്ങളാണ്. അപ്പം ഞാൻ അവർക്ക് ഗൈഡൻസ് കൊടുത്തു. അവരുടെ ഭൂതം എന്താണ്, വായു ആണെന്ന് തോന്നുന്നത്, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് ശേഷമാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അവർ തന്നിരിക്കുന്നത് അവരുടെ അനുഭവം. കാര്യം പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ വഴിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് അത് വളരെയധികം കൃത്യമായൊരു കാര്യം. അപ്പോൾ ഈ ഒരു അനുഭവം പറയണമെന്ന് വെച്ചാൽ, ഈ ഇടയ്ക്ക് ഒരു വ്യക്തി, ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു വ്യക്തി ഇത് ചെയ്തു. അപ്പോൾ പറയണത്, ഞാൻ താങ്കളെക്കുറിച്ച് നേരത്തെ, സാറിനെക്കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എങ്ങനെ കേട്ടിട്ടുണ്ട്? അതല്ല, എനിക്ക് പരിചയമുള്ള സുഹൃത്ത് പറഞ്ഞ് ഇങ്ങനെ സിൻഡിക്കേറ്റ് ബാങ്കിൽ ജോലി ചെയ്യുന്ന ഇങ്ങനെ ഒരാളുണ്ട്, അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഗൈഡൻസ് ഒക്കെ തരും, അപ്പോൾ അത് നല്ല ഫലപ്രദമാണ്. പിന്നെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് പൈസയൊന്നും കൊടുക്കണ്ട, പുള്ളി പൈസ വാങ്ങിക്കാത്ത ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇദ്ദേഹം മറ്റേ ആൾ എല്ലാ ജ്യോതിഷന്മാരെയും കാണുന്ന ആളാണ്. ഇപ്പം എന്നെ കണ്ട അടുത്ത ആൾ വേറെ ആളുണ്ടെങ്കിൽ അവിടെയും കാണുന്ന സ്വഭാവമുള്ള ആളാണെന്നറിയാം. പക്ഷേ എൻ്റെ ആത്മാർത്ഥ ഗുരു പറഞ്ഞു തന്നത് വെച്ച് നമ്മുടെ ഇത് വെച്ച് ഒരാളുടെ ജീവിതം മാറുകയാണെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അദ്ദേഹം അത് കഴിഞ്ഞ് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കാർമ്മികം വന്നത് വെച്ചിട്ട് അത് മിസ്യൂസ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഫ്രീ ആയിട്ട് പറയുന്നത് കൊണ്ട് മാത്രം വന്നതായിരുന്നു എന്നുള്ളത് യൂണിവേഴ്സ് തെളിയിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും അങ്ങനെ ചെയ്യരുത്. ഞാൻ ഫ്രീ സർവീസ് തന്നെ, എനിക്ക് ആരുടെയും ഫീസ് പ്രതീക്ഷിച്ചല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ആരും ഫീസ് എത്രയാണെന്ന് ചോദിക്കരുത്. ഞാൻ ഈ പ്രൊഫഷനായിട്ടിരിക്കുന്ന ട്യൂഷൻ ടീച്ചറോ അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് പ്രാക്ടീസിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമല്ല ഞാൻ. മനസ്സിലായി, എന്നെ വ്യക്തിപരമായി അറിയുന്നവർക്ക് അറിയാം. അതുകൊണ്ട് ചിലർ ദക്ഷിണ ഇടുന്നുണ്ട്, ഭയങ്കര വലിയ ദക്ഷിണയൊക്കെ ഇടുന്നുണ്ട്, 2000 രൂപയൊക്കെ ഇടുന്നുണ്ട്. ദയവ് ചെയ്ത് എനിക്കൊരു അപേക്ഷ, എൻ്റെ ഗുരു പറഞ്ഞിരിക്കുന്നത് കൊടുക്കുന്നവന് കൂടുതലായെന്നും കിട്ടിയവന് കുറഞ്ഞു പോയെന്നും തോന്നാത്തതാണ് ദക്ഷിണ എന്ന്. പക്ഷേ ചിലർക്കുണ്ട്, സാറേ ദക്ഷിണ എന്തെങ്കിലും അത് തരേണ്ടതാണ്, ഏത് GPay ആണെന്ന് ചോദിക്കുന്നത്, അതെൻ്റെ വാട്സാപ്പാണ്. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ ദക്ഷിണ തരുമ്പോൾ ഇത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കുറഞ്ഞു പോയെന്നും തോന്നരുത്, എനിക്ക് കിട്ടുമ്പോൾ കൂടിയെന്നും തോന്നരുത്. ദയവ് ചെയ്ത് മാക്സിമം ഒരാൾ 369 രൂപയെ ദക്ഷിണ അയക്കാവുള്ളൂ. അയക്കുകയാണെങ്കിൽ അതുപോലും വേണമെന്നില്ല, മനസ്സിലായ?
അതുകൊണ്ട് ദയവ് ചെയ്ത് 1000 2000 ഒന്നും എനിക്ക് അയക്കാണ്ടിരിക്കുക പ്ലീസ്. ദക്ഷിണ കൂടുതൽ തന്നു എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഇതൊന്നുമില്ല. നിങ്ങളൊന്നും തന്നാലും ഇല്ലെങ്കിലും എൻ്റെതായ ആ ഗുരുഭക്തിയോടെ ഈശ്വരൻ എന്നുള്ള ഒരാൾ നമ്മളെ നോക്കുന്നു എന്ന് നമ്മുടെ പ്രവർത്തനം വിലയിരുത്തും എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് ഞാൻ നിങ്ങളോടൊക്കെ ഈ ഇടപെടുന്നത്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് തന്നെ കാണുക. എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് എടുക്കുക. എന്ത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ല. നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഇത് സിലബസിന് പുറത്തുള്ളതാണ്, തെറ്റി വന്നതാണ്, ക്വസ്റ്റ്യനിൽ എന്തോ തെറ്റുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും, ചർച്ച ചെയ്യുമ്പോൾ അതിന് നല്ലൊരു ഉത്തരവുണ്ടായിരുന്നു, അത് നമുക്ക് ആ സമയത്ത് ഓർമ്മ വരാഞ്ഞിട്ടാണ് എഴുതാത്തതെന്ന്. അതുപോലെയാണ് നമ്മുടെ ജീവിതം. ഉത്തരങ്ങളുള്ള ചോദ്യങ്ങൾ തരുന്ന എക്സാം പോലെ പരിഹാരമുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് വരുന്നത്. എന്ത് നമ്മൾ പല ജന്മങ്ങളോ ഈ ജന്മങ്ങളിലോ ചെയ്ത പ്രാരബ്ധ സഞ്ചിത ആഗമിക കർമ്മങ്ങളുടെ ആകത്തുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം എന്ന് മനസ്സിലാക്കുക. പിന്നെ പല ആൾക്കാരുടെയും കാര്യത്തിൽ ഒരു 60% 70% ബന്ധപ്പെടുന്ന കുട്ടികളുടെ പ്രശ്നങ്ങളുമായിട്ടാണ്. മനസ്സിലായോ? ഈ കുട്ടികൾ, നമ്മൾ ജനിക്കുന്നതൊരു പ്രാരബ്ധ കർമ്മം, നമ്മൾ വിവാഹം കഴിക്കുന്ന അടുത്ത പ്രാരബ്ധ കർമ്മം, നമ്മൾ ഒരു മാതാപിതാക്കളാകുന്നത് 3ാമത്തെ പ്രാരബ്ധ കർമ്മം. ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകണം. അപ്പോൾ കുട്ടികളുടെ കാര്യം എങ്ങനെയാണ്, എന്തതിന് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഇതുപോലെ ഇതിൽ ചെയ്യാം. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ശനീശ്വര പ്രസാദം എന്ന് പറഞ്ഞാൽ ആ കൂട്ടുപായസം ഉണ്ടാക്കുന്ന രീതിയിൽ ചിലർ ചോദിച്ചു. അതിന് ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞു. പക്ഷേ വീഡിയോ ഇട്ട പല ഘട്ടങ്ങളായിട്ടിട്ട് അത് എഡിറ്റ് ചെയ്യാനൊന്നും എനിക്കറിയാത്തതുകൊണ്ട് അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. വിശദമായിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാം. അത് വൈഫിനെ കൊണ്ട് ഇന്നോ അല്ലെങ്കിൽ നാളെ അത് ചെയ്തിട്ട് അവസാന ഘട്ടത്തിൽ ആ എള്ളിടുന്നതും ഇതും ഞാൻ വീഡിയോ ആയിട്ട് എൻ്റെ വോയിസുമായിട്ട് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ഇന്നലത്തെ ഉപാസന, അതുപോലെ ആ മൗന വ്രതത്തിൻ്റെ പുണ്യം, അതുപോലെ ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ അമാവാസി തർപ്പണാദികളുടെ ഉപാസനയുടെ പുണ്യം എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന കാണുന്ന എല്ലാവർക്കും ഞാൻ പങ്കുവെച്ച് നൽകുന്നു. അപ്പോൾ ഇതുപോലെ യൂട്യൂബ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഒന്നും മോണിറ്ററി ബെനിഫിറ്റൊന്നും എനിക്കറിയില്ല, ഞാൻ അതൊന്നും ലിങ്ക് ചെയ്തിട്ടില്ല. ഇതൊന്നമമ ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഗായത്രി ഉപദേശം തരുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇത് എൻ്റേതല്ല എന്ന് പറയണം. ഒരു ജലം തർപ്പണം ചെയ്യുമ്പോഴും ഇതം നമമ എന്ന് വേണം പറയാൻ. അങ്ങനെ പറഞ്ഞ് തന്നെ ശീലിച്ച് ഇത് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ പിന്തുണയ്ക്കുന്ന, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.